അതെ, കടം കൊടുക്കുന്നവരാണോ നിങ്ങൾ? എന്നിട്ട് കിട്ടിയിട്ടുണ്ടോ അതോ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? കുറേ പേരുണ്ട് കേട്ടോ. അതായത് കടം വാങ്ങണ സമയത്ത് അല്ലെങ്കിൽ കുറച്ച് പൈസ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര വിനയ അല്ലെങ്കിൽ ഒരുപാട് ഇതായിരിക്കും കേട്ടോ. ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്താണ്, ഒരുപാട് പേര് അത് വിശ്വസിച്ച് കൊടുക്കില്ലേ. കാരണം കൊടുക്കുന്ന ആൾക്കാർക്ക് തരും എന്നുള്ള വിശ്വാസമാണ്. പക്ഷേ അത് കൂടുതലും കിട്ടാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം വേറൊന്നുമില്ല കേട്ടാ, ഈ വാങ്ങണ ആൾക്കാരെ എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടാ, കുറച്ച് പേരെ മാത്രം. ഈ വാങ്ങണ ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇനിയിപ്പോൾ തിരിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് വേറെ പൈസ ഉണ്ട് ജീവിക്കാൻ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരെ വിശ്വസിച്ചിട്ട് കൊടുക്കേണ്ടതായിരിക്കും. പിന്നെ ഈ കൊടുക്കുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക കാലാവധി. ഒരാഴ്ചയ്ക്ക് മുന്നേ അത് തിരിച്ചു തരാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ പറയരുത് എൻ്റെ കയ്യിലുണ്ട് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് എന്താ പറയുക, അതവിടെ സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. വേറെ ഒന്നല്ല, പിന്നെ നമ്മുടെ ആവശ്യം നേരത്തെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. സോ അത് നമ്മുടെ ഒരു മനസ്സമാധാനം പോകുന്നൊരു കാര്യമാണ്, വേറെ ഒന്നല്ല. പിന്നെ നമുക്ക് വിഷമായിരിക്കും, അല്ലെങ്കിൽ ടെൻഷനായിരിക്കും, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ ഒഴിവാക്കാനായിട്ട് അവരെപ്പോൾ തരണോ അത് മാക്സിമം വേഗം തന്നെ വാങ്ങിയെടുക്കുക. കാരണം നമ്മുടെ പൈസയാണല്ലോ. അതുപോലെ തന്നെ മാക്സിമം കടം കൊടുക്കാതിരിക്കുക. സപ്പോസ് കടം കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അത്രയും വിശ്വാസം കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് നിങ്ങൾ പൈസ കടം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടെ, ഈ കടം വാങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അവരുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവും. പിന്നെന്താണ്, നമ്മളത് തിരിച്ചു വയ്ക്കുന്ന സമയത്ത് നമ്മളെ കണ്ടില്ല എന്നുള്ള ഭാവത്തിലായിരിക്കും അവരുടെ നടപ്പ്. അപ്പം നമുക്ക് എന്താണ്, സ്വാഭാവികമായിട്ട് വിഷമം വരും, സങ്കടം വരും, ദേഷ്യം വരും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനായിരിക്കും, ഏത് സമയത്താണോ കൊടുത്തതെന്നുള്ളൊരു ഇതായിരിക്കും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, മാക്സിമം കടം കൊടുക്കാണ്ടിരിക്കുക, അത്രേ ഉള്ള മനസ്സമാധാനം പോകാണ്ടിരിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.